വിഭജന ഭീതി അനുസ്മരണ ദിനത്തിൽ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയ എല്ലാ പൗരന്മാർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരമെന്ന് പ്രധാനമന്ത്രി. എത്ര വെല്ലുവിളികൾ ഉണ്ടായാലും ദൃഢനിശ്ചയങ്ങളെ എങ്ങനെ സഫലമാക്കാമെന്ന് അവരുടെ ധൈര്യവും കരുത്തും കൊണ്ട് കാണിച്ചു തന്നുവെന്ന് മോദി. സംസ്കൃത സുഭാഷിതം പങ്കുവച്ചാണ് മോദിയുടെ എക്സ് പോസ്റ്റ്. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും ടി.എസ്. ആദർശ് ചേരുന്നു. ആദർശ, നമുക്കറിയാം ഇന്ന് രാജ്യം വിഭജിക്കപ്പെട്ടതിൻ്റെ വേദനിക്കുന്ന ദിനമാണ്. ആ ദിനത്തിൽ പ്രധാനമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്കായി ഒരു പ്രധാനപ്പെട്ട സന്ദേശവും ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ. വിനോദ്, നമുക്കറിയാം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രാധാന്യമുള്ള ഒരു ദിനമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ അത്രമാത്രം ഇണങ്ങിച്ചേർന്ന് നമ്മുടെ രാഷ്ട്രത്തിന് തന്നെ മുറിവേറ്റ ഈ ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സ് പോസ്റ്റിലൂടെയാണ് ഈ ദിനത്തിൻ്റെ സന്ദേശം നൽകിയിരിക്കുന്നത്. വിഭജന വിഭീഷിക സ്മൃതി ദിനത്തിൽ ആ ദാരുണമായ കാലഘട്ടത്തിൽ നിന്ന് കടന്നു വന്ന രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വിലമതിക്കാനാകാത്ത സംഭാവന നൽകിയ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരമെന്ന് പ്രധാനമന്ത്രി ട്വീറ്റ് ചെയ്തിരിക്കുന്നു. എത്ര വെല്ലുവിളികൾ ഉണ്ടായാലും ദൃഢനിശ്ചയങ്ങളെ എങ്ങനെ സഫലമാക്കാമെന്ന് അവരുടെ ധൈര്യവും കരുത്തും കൊണ്ട് കാണിച്ചു തന്നുവെന്നും പ്രധാനമന്ത്രി ഈ എക്സ്പോസ്റ്റിൽ വ്യക്തമാക്കുന്നു. നമുക്ക് സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ദേശീയ മനോഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്താമെന്നുള്ള ആഹ്വാനവും പ്രധാനമന്ത്രിയുടെ ഈ എക്സ്പോസ്റ്റിലുണ്ട്. സംസ്കൃത സുഭാഷിതം പങ്കുവെച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ഈ സന്ദേശം നൽകിയിരിക്കുന്നത്. മാത്രമല്ല, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടക്കമുള്ളവരൊക്കെ തന്നെ ഈ ദിനത്തിൽ അവരുടെ സന്ദേശവും നൽകിയിട്ടുണ്ട്. BJPയുടെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ഈ ദിനത്തിൽ രാജ്യത്തിനേറ്റ ആ മുറിവ് അതിനെ സ്മരിച്ചുകൊണ്ടുള്ള പരിപാടികൾ, അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ മറ്റൊരു വിഭജനത്തിലേക്ക് ഇനി രാജ്യത്തെ ഒരിക്കലും തള്ളിവിടില്ല എന്നുള്ള പ്രതിജ്ഞയും രാജ്യസ്നേഹികൾ ഈ അവസരത്തിൽ എടുക്കുകയാണ്. അതുതന്നെയാണ് ഈ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നമ്മുടെ രാജ്യത്തെ നേതാക്കൾ നൽകുന്ന സന്ദേശത്തിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് അതാണ്. കാരണം വിഭജനത്തിലൂടെ ഒരിക്കൽ നമ്മുടെ രാഷ്ട്രത്തിന് മുറിവേറ്റു, ഇനി നമ്മുടെ രാഷ്ട്രത്തിന് അത്തരമൊരു മുറിവേൽക്കാൻ അനുവദിക്കില്ല എന്നുള്ള സന്ദേശം കൂടി ഈ ദിനത്തിൽ നൽകുകയാണ്. വിനോദ്, വ്യക്തമാണ്. രാഷ്ട്രം വിഭജിക്കപ്പെട്ടതിൻ്റെ വേദനിക്കുന്ന ഓർമ്മകൾ സ്മരണ കൊള്ളുന്ന ഒരു ദിനമാണ് ഇന്ന്. ആ ദിവസമാണ് പ്രധാനമന്ത്രി രാജ്യത്തെ ദേശീയതയ്ക്കും രാജ്യത്തെ ഐക്യബോധത്തെയും ഉദ്ബോധിപ്പിച്ച് ജനങ്ങളെ അദ്ദേഹം ഇത്തരമൊരു ആഹ്വാനം ട്വീറ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ആദർശ്.